ക്യാൻസറിനെതിരെ വാക്സിൻ വികസിപ്പിച്ചെന്ന് അവകാശപ്പെട്ട് റഷ്യ ഉടൻ തന്നെ വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും അവസാന ഘട്ടത്തിലാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. തന്റെ രാജ്യം ഒരു ക്യാൻസർ വാക്സിൻ നിർമ്മിക്കുകയാണെന്നും രോഗികൾക്കുടൻ ലഭ്യമാകുമെന്നുമാണ് മോസ്കോയിലെ ഭാവി സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ഒരു ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞത്. ക്യാൻസർ ഇല്ലാത്ത രോഗം, ക്യാൻസറിനെ ഒഴിവാക്കിയുള്ള തലമുറ അത് ലോകത്തുണ്ടാകാൻ പോകുന്നുവെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടമാക്കിയത്. ക്യാൻസർ വാക്സിനുകളും ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകളും എന്ന് വിളിക്കപ്പെടുന്നവയുടെ കണ്ടെത്തലിൽ റഷ്യ വളരെ അടുത്തെത്തിയെന്നും പുടിൻ പറഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ അവ വ്യക്തിഗത തെറാപ്പിയുടെ രീതികളായി ഫലപ്രദമായി ഉപയോഗിക്കാനാകും. വാക്സിൻ സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഒരു പ്രധാന കാരണമാണ് ക്യാൻസർ. ശരീരത്തിലെ കോശങ്ങളുടെ അസാധാരണമായ വളർച്ച മൂലമാണ് ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ആഗോളതലത്തിലെ ക്യാൻസർ കാരണം 10 ദശലക്ഷം ആളുകളാണ് പ്രതിവർഷം മരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പറയുന്നത്. അതായത് 1 കോടി ജനങ്ങളാണ് ഒരു വർഷം ക്യാൻസർ വന്ന് മരണം പ്രാപിക്കുന്നത്. ലോക ജനസംഖ്യയിൽ 800-ൽ ഒരാൾക്ക് ക്യാൻസർ വന്ന് മരിക്കുകയാണ്. വർഷം 2 കോടി ആളുകൾക്ക് ക്യാൻസർ ബാധിക്കുന്നു. 5 കോടിയിലധികം ആളുകൾ ക്യാൻസർ ബാധിതരായി ലോകത്തുണ്ട്. ഇതിൽ 6.9 ലക്ഷം പേർ അമേരിക്കയിലാണ് മരിച്ചത്. 2023-ൽ മാത്രം ഇന്ത്യയിൽ 15 ലക്ഷം പേർക്ക് ക്യാൻസർ ബാധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളമാണ് എന്നതും വ്യക്തമാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരനായ രോഗമാണ് അർബുദം അഥവാ ക്യാൻസർ. കൃത്യമായ മരുന്നും പ്രതിരോധ മരുന്നുകളും ഇനിയും കണ്ടെത്തിയിട്ടില്ല. ക്യാൻസർ ബാധിച്ച ഭാഗം കീമോതെറാപ്പി വഴി കരിക്കുക, ഓപ്പറേഷൻ എന്നിവയാണ് ഇപ്പോൾ ഈ രോഗത്തിന് വേണ്ട പ്രധാന ചികിത്സ. സ്തനാർബുദം, വൻകുടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റീവ് ശ്വാസകോശ അർബുദം എന്നിവയാണ് ജനങ്ങളെ അലട്ടുന്ന ക്യാൻസറിൽ പ്രധാനമായിട്ടുമുള്ളത്. ലോകാരോഗ്യ സംഘടനയിൽ ലഭ്യമായ 2020 ഡാറ്റ അനുസരിച്ച് സ്തനാർബുദമാണ് പട്ടികയിൽ ഒന്നാമത്തേത്. 1.80 ദശലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നത് ശ്വാസകോശ അർബുദമാണെന്നും ഡാറ്റ കാണിക്കുന്നുണ്ട്. സെർവിക്കൽ ക്യാൻസറാണ് ഇന്ത്യ ഏറ്റവും അധികം അലട്ടുന്നത്. ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബഡ്ജറ്റിൽ ആഗോളതലത്തിൽ സ്ത്രീകൾക്കിടയിലെ 4ാമത്തെ ഏറ്റവും സാധാരണമായ അർബുദമായ സെർവിക്കൽ ക്യാൻസറിനെതിരെ പോരാടുന്നതിന് ഇന്ത്യയിലുടനീളം വാക്സിനേഷൻ ക്യാമ്പയിനും നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു. വാക്സിൻ യുവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ ക്യാമ്പയിൻ. 3 വർഷത്തിനുള്ളിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ആരംഭിക്കുക. ഈ വർഷത്തിന്റെ 2ാം പാദത്തിൽ ഇത് ആരംഭിക്കും. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും 75,000 ഇന്ത്യൻ സ്ത്രീകൾ സെർവിക്കൽ ക്യാൻസർ മൂലം മരണപ്പെടുന്നു. റഷ്യൻ ശാസ്ത്രജ്ഞർ ക്യാൻസറിനോടുള്ള വാക്സിനുകൾ ഉണ്ടാക്കുമ്പോൾ ലോകം മറ്റൊരു നേട്ടത്തിലേക്ക് തന്നെ മാറുകയാണ്. ഉടൻ തന്നെ ഒരു ക്യാൻസർ വാക്സിൻ സാധ്യമായേക്കുമെന്ന റഷ്യൻ പ്രസിഡന്റിന്റെ വാക്കുകൾ മരുന്ന് ആശുപത്രി മാഫിയകൾക്ക് വൻ തിരിച്ചടിയാവുക തന്നെയാണ് ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും അധികം സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഒരു രോഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതിൽ ക്യാൻസറാണ് ഒന്നാമത് വരുന്നത്. ലോകം മുഴുവൻ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നിറയുകയാണ്. മാത്രമല്ല ലോകത്ത് വിറ്റഴിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും അധികം ക്യാൻസർ മരുന്നുകളാണ്. ക്യാൻസർ ബാധിച്ചാൽ ഭൂരിഭാഗം രോഗികൾ മരണത്തിന് കീഴടങ്ങുന്നുവെങ്കിലും മരുന്ന് വിൽപ്പനയ്ക്ക് കുറവില്ല. മാറില്ല എന്നറിയാവുന്ന രോഗമായിട്ട് മരുന്നുകൾ മത്സരിച്ച് വിറ്റഴിച്ച് മനുഷ്യരുടെയും രോഗികളുടെയും ജീവനെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് മരുന്ന് കമ്പനികൾ. ക്യാൻസറിന് മരുന്നില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ക്യാൻസറിന് മരുന്നുണ്ട് എന്ന് പറഞ്ഞ് ചികിത്സ നടത്തുന്നവർ വ്യാജ ചികിത്സയ്ക്ക് ജയിലിൽ പോകും. മരുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞ ക്യാൻസറിന്റെ പേരിലാണ് ഇന്ന് ഏറ്റവും അധികം കൂറ്റൻ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഉയർന്നിരിക്കുന്നത്. റഷ്യ ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചാൽ മരുന്ന് കമ്പനികൾക്കും ആശുപത്രികൾക്കും അത് വൻ തിരിച്ചടിയാവുക തന്നെ ചെയ്യും. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന പല ക്യാൻസർ ആശുപത്രികളും റഷ്യ ഇടപെട്ട് അടച്ചുപൂട്ടിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കുക. റഷ്യൻ നീക്കം തകർക്കാനും റഷ്യൻ പ്രസിഡന്റിനെയും ശാസ്ത്രജ്ഞരുടെയും മെഡിക്കൽ ആശുപത്രി മാഫിയകൾ കൊന്നുകളയുമോ അതോ വിലക്കെടുക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.